ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഇൻഡിപെൻഡൻസിൻ്റെ ബീഡ്സ് വെച്ചിട്ട് തന്നെ അതുപോലെ തന്നെ ഈ ഒരു ഐറ്റംസും ആഡ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ബെൻഡ്, അതുപോലെ തന്നെ ഒരു ബ്രേസ്ലെറ്റ്, ഒരു മാല, ഈ 3 ഐറ്റംസ് ഉണ്ടാക്കണതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരുപാട് പേര് മാല, ഈ പിരി വെച്ചിട്ടുള്ള മാല ഉണ്ടാക്കുന്ന വീഡിയോസ് ചെയ്യാൻ പറഞ്ഞിട്ട് കമൻറ്റ് കണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മാല ഉണ്ടാക്കുന്നതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമ്മൾ എൻഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഞാൻ മിക്സഡായിട്ട് വൈറ്റ്, ഓറഞ്ച്, ഗ്രീൻ, ആദ്യം നമ്മൾ ആ ഒരു അതിനെന്താണെന്നൊക്കെ അറിയില്ല അതിൻ്റെ പേര്, ആ ഗോൾഡ് സാധനം ആദ്യം ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഗ്രീൻ ആണെങ്കിൽ ഗ്രീന്, വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച്, അങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളത് ഇട്ടെടുക്കാൻ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ ചെയ്തെടുക്കുക. കാരണം ഞാൻ ആ ഒരു ഭാഗം സ്പീഡ് കൂട്ടി, അത്രയും ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് വരുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെയൊക്കെ സ്പീഡ് കൂട്ടി. ഇനി ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും എൻഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, പക്ഷേ എന്നാലും ഞാനൊന്ന് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. എൻഡ് ടാപ്പ് ഒട്ടിച്ചതിന് ശേഷം നമുക്കിത് ഹെയർ ബാൻഡ് ഫിനിഷായി. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടതാണ് ബ്രേസ്ലെറ്റ്. അതുപോലെ തന്നെ മാലയുടെ പിരി വെച്ചിട്ടുള്ള മാലയും ഉണ്ടാക്കിയിട്ട് കാണിക്കണം. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇൻഡിപെൻഡൻസ് കഴിയുന്ന വരെ ചിലപ്പോൾ ഈ ഒരു ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓറഞ്ച് ബീഡാണെങ്കിലും ഗ്രീൻ ബീഡാണെങ്കിലും വൈറ്റ് ബീഡാണെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ബീഡ്സൊക്കെ അങ്ങനെ ഉണ്ടാവില്ല, പിന്നെ പല കളേഴ്സ് ബീഡ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയും. അപ്പം അതുകൊണ്ട് തന്നെ ബീഡ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ഇന്ന് നാളൊക്കെ ഓർഡർ ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. പിന്നെ മഴയുടെ ഇഷ്യൂസ് കാരണമാണ് കിട്ടാൻ കുറച്ച് വൈകുന്നത്. എന്നാലും ഒരുവിധ ആൾക്കാരതൊക്കെ ഞാൻ ഇന്ന് അയച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഒരുപാട് ഡിലേ ആയിട്ടുണ്ട്, കാരണം നിങ്ങൾക്കറിയാലോ എല്ലായിടത്തും മഴയാണ്. മഴയുടെ ഒരു ഇത് കാരണമാണ് ഇത്രയും വൈകുന്നത്. അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ഇനി അങ്ങനെ ആരും അയക്കാനൊന്നുമില്ല, ഒരുവിധം ആൾക്കാരതൊക്കെ ഞാൻ അയച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ പ്രൊഡക്റ്റ് കിട്ടാതായി കഴിഞ്ഞാൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് അയച്ചു തരാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാലയാണ്. മാലയുടെ പിരിയാണ് ഞാൻ ആദ്യം ഇട്ടിട്ടുള്ളത്. അത് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. നന്നായി വലിച്ചിട്ട് 2-3 കെട്ടിട്ടതിന് ശേഷം വലിച്ചിട്ട് പോരുമെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മളവിടെ കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ആ പിരി നമ്മൾ അവിടെ ഇട്ട് കൊടുക്കുക. കണ്ട, എന്നിട്ട് ബാക്കി വരുന്ന ഇലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്ത് കാണിക്കുക. ഇത് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്നത്. ഇനി പിരിയിട്ടതിന് ശേഷം നമ്മൾ ഏത് ഡിസൈനാണോ നമ്മൾ ഉദ്ദേശിച്ചത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പിന്നെ ബീഡ്സ് ഇട്ട് കൊടുക്കാൻ. ഞാൻ ആദ്യം വിചാരിച്ച് 5 വൈറ്റ്, അതുപോലെ തന്നെ 5 ഗ്രീന്, 5 ഓറഞ്ച്, അതിന് ശേഷം ഇങ്ങനെ 2 സൈഡും അങ്ങനെ ഇട്ട് വന്നതിന് ശേഷം ലാസ്റ്റ് സെൻറ്ററിലായിട്ട് ആ ഗോൾഡ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു മോഡലാണ് ഞാൻ മനസ്സിൽ കരുതിയിട്ടുള്ളത്. അതുപോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡലാണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക.
അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു രൂപത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമുക്ക് പിരി ഇട്ടെടുക്കണം. അപ്പോൾ അതിൻ്റെ പിരി വീണ്ടും എടുത്തതിന് ശേഷം നന്നായിട്ട് കെട്ടിടുക. അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും പിരി വെച്ചിട്ടുള്ള മാല എങ്ങനെ ഉണ്ടാക്കുക എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ചിലപ്പോൾ അറിഞ്ഞോളണമെന്നുണ്ടാവില്ല. അപ്പോൾ എനിക്കിത് ആദ്യമൊന്നും അറിഞ്ഞായിരുന്നില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ ഇതുപോലെ കെട്ടിട്ടതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ബാക്കി വരുന്ന ഇലാസ്റ്റിക് കട്ട് ചെയ്തതിന് ശേഷം 2 ഭാഗവും കൂട്ടിയിട്ട് അങ്ങനെ പൂട്ടുക. കണ്ട, ഇപ്പോൾ ഈ ഒരു മോഡലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഏത് ഐഡിയ ആണോ തോന്നുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഒരു ബ്രേസ്ലെറ്റ്, ഒരു ഹെയർ ബാൻഡ്, ഒരു മാല, അങ്ങനെ 3 എണ്ണമാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.